വഖഫ് ബില്ലിന് ശേഷം വഖഫ് ഭേദഗതിക്ക് ശേഷം ഒരു സുപ്രധാനമായിട്ടുള്ള ബില്ല് കൂടെ സഭയിൽ കൊണ്ടുവരാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അത് മറ്റൊന്നുമല്ല, ആന്റി കൺവേർഷൻ ലോ ആണ്. രാജ്യമെമ്പാടും മത പരിവർത്തന നിരോധന നിയമമാണ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. അണിയറയിൽ അതിന്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഓൾറെഡി ഈ നിയമം പല സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട്. ഉത്തരാഖണ്ഡിൽ ഈ നിയമമുണ്ട്, ഉത്തർപ്രദേശിൽ ഈ നിയമമുണ്ട്, രാജസ്ഥാനിൽ എഫക്റ്റീവായി ഈ നിയമം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അടുത്ത ഗുജറാത്തിൽ ഈ നിയമം വരാനായി പോകുന്നു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഈ നിയമമുണ്ട്. മതപരിവർത്തനം തടയാനും ലവ് ജിഹാദ് പോലെയുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് പെൺകുട്ടികൾ ഇരയാകാതിരിക്കാനുമാണ് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ നിയമം പല സംസ്ഥാനങ്ങളിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ നിയമം വരുമ്പോൾ നമുക്കൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എടുത്തു പറയണം. ക്രിസ്ത്യൻ സമൂഹത്തെ ഇളക്കിവിടാനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു നറേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വഖഫ് ബില്ല് വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ ഇളക്കിവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നടത്തിയത്. എന്നാൽ ഇപ്പോൾ അത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയാണെന്ന് പറഞ്ഞാണ് ഇവർ വലിയ രീതിയിൽ ഇതിനെതിരെ ചാടിക്കടിക്കാനായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 ലക്ഷം ക്രിസ്ത്യാനികളാണ് അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റിൽ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ആന്റി കൺവേർഷൻ ലോക്കെതിരെ തെരുവിലിറങ്ങിയത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത്. അവിടെ ഒരു ഗോത്ര വിഭാഗമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുമുണ്ട്. അവിടെ ക്രിസ്തീയവൽക്കരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ 60 കൊല്ലം ഭരിച്ച ഈ ഒരു ഗ്യാപ്പിലാണ് അവിടെ ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ മറ്റു പല രാജ്യങ്ങളുടെയും വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു നമ്മുടെ രാജ്യത്തെ പരമാധികാരത്തിലുള്ള ഇടപെടൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ക്രിസ്തീയവൽക്കരിച്ചു കഴിഞ്ഞ ശേഷം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിളർത്തിയെടുത്ത് ഒരു ഇവാഞ്ചലിസ്റ്റിക് രാജ്യമാക്കാനായി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഷെയ്ഖ് ഹസീന തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്, ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് ആന്റി കൺവേർഷൻ ലോയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ പുട്ടുപോലെ ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നു കഴിഞ്ഞു. ആ ആന്റി കൺവേർഷൻ ലോയിൽ ധാരാളം പേരെ അകത്താക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റം നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മതം മാറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ രാജ്യത്തെ ജനങ്ങളെ പ്രണയത്തിൽ കുടുക്കി കബളിപ്പിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി മതം മാറ്റം നടത്തുന്നവർക്ക് 8ന്റെ പണി തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഉടനെ തന്നെ ഈ ബില്ലും നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കും, നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.